ഒരിക്കലും നന്നാക്കിയെടുക്കാൻ കഴിയാത്ത പഴയ ടിവിയെ എങ്ങനെ നമുക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം? പിക്ചർ ട്യൂബ് പൊട്ടിപ്പോയതോ ബോർഡ് കംപ്ലൈന്റോ കാരണം നന്നാക്കിയെടുക്കാൻ കഴിയാത്ത പഴയ ടിവിയെ അതിന്റെ അതേ ഫ്രെയിമും ഗ്ലാസും മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു വെറൈറ്റി മോഡൽ അക്കൂറം നിർമ്മിക്കാം? ടെക്നീഷ്യൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു 14 ഇഞ്ച് ടി വിയാണ് ഇതിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. ടി വിയുടെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള ഗ്ലാസുകൾ തമ്മിൽ ഒട്ടിച്ച ഒരു വെളുത്ത വര കാണുന്ന ആ ഒരു ഗ്യാപ്പിലൂടെ ഒരു കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഗ്ലാസ്, ഹെൽമെറ്റ്, ഗ്ലൗ മസ്റ്റായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചീളുകൾ നമ്മുടെ ശരീരത്തിലും കണ്ണിലുമൊക്കെ കുത്തി തെറിച്ച് കയറാൻ സാധ്യതയുണ്ട്. നിർബന്ധമായും ഗ്ലൗ, ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ 2 പാളിയായിട്ട് മാറ്റിയെടുത്ത് ടി വിക്കകത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പറിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ചീള് തെറിച്ചിട്ടുണ്ടാവും. ആ ചീളെല്ലാം കയ്യിൽ തട്ടാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുക്കുക. അക്കൂരത്തിലെ വെള്ളം മാറ്റുന്നതിനും മീനിന് തീറ്റ ഇട്ട് കൊടുക്കുന്നതിനുമൊക്കെ വേണ്ടി ഒരാളുടെ കൈ കൊള്ളുന്ന അത്രയും ഗ്യാപ്പിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായി 2 പീസിനെയും കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം ടി വിയുടെ പുറകിലായിട്ട് വരുന്ന ആ പിക്ചർ ട്യൂബ് ഫിറ്റ് ചെയ്യുന്ന ആ ഫണൽ രൂപത്തിലുള്ള ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലൊരു വാച്ചിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സാണ് ഞാനിവിടെ വെച്ച് ഒട്ടിക്കുന്നത്. ഒട്ടും വെള്ളം ലീക്ക് വരാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് ഒട്ടിക്കുക. അതിനുശേഷം അക്കൂരത്തിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് ഈ ടി വിയുടെ ബാക്കിൽ വരുന്ന ഗ്ലാസ്സിന് ഒന്ന് ഒട്ടിച്ച് വൃത്തിയാക്കിയെടുക്കാം. ഒട്ടിച്ചതിന് ശേഷം ഈ ഫണൽ രൂപത്തിലുള്ള ആ പുറകിലെ ഭാഗത്തൂടെ ഒരു ലൈറ്റ് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ശേഷം നമുക്ക് 2 ഗ്ലാസ്സിനെയും തമ്മിൽ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സിലിക്കോൺ നല്ലോണം ആക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഒരിക്കലും ലീക്ക് വരാത്ത രീതിയിൽ ക്ലിയർ ആയിരിക്കണം.
ശേഷം നമുക്ക് വെള്ളം മാറ്റുന്നതിനൊക്കെ വേണ്ടി മുകളിലായിട്ട് ഇട്ടിട്ടുള്ള ആ ഹോളിനെ ഷാർപ്പായിട്ടുള്ള ഭാഗമൊക്കെ കൈ മുറിയാതിരിക്കുന്നതിന് വേണ്ടി ഒന്ന് വൃത്തിയാക്കി ഒരു സ്ലീവ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. പിക്ചർ ട്യൂബിൻ്റെ ഭാഗത്തുകൂടി ഒരു ലൈറ്റ് അക്കൂരത്തിനകത്ത് പിടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇൻഡിക്കേറ്ററിനകത്തുള്ള ചെറിയ LED ബൾബാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആ LED പുറകിലൂടെ കടത്തി വെച്ച് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി ഒന്ന് വൃത്തിയാക്കിയെടുക്കുക. അതിനുശേഷം TV-യുടെ ഫ്രെയിം ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കുകയാണ്. TV-യുടെ ഫ്രെയിം പഴയ TV ആയതുകൊണ്ട് 4 പീസായിട്ട് മുറിഞ്ഞു പോയതാണ്. അത് ഒട്ടിച്ചെടുത്ത് ക്ലിയർ ആക്കിയതാണ്. TV-യുടെ ഫ്രെയിമിൻ്റെ പുറകിലുള്ള ഭാഗമെല്ലാം മുറിഞ്ഞു പോയതുകൊണ്ട് ഒരു മരത്തിൻ്റെ പലകയും കുറച്ച് PVC-യുടെ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അക്കൂറിയത്തിനെ സ്റ്റഡി ആയിട്ട് നിർത്തുന്നത്. TV-യുടെ പുറകിലുള്ള ഭാഗമെല്ലാം മുറിഞ്ഞു പോയതാണ്. അപ്പോൾ അതൊരു പലകയുടെ കഷ്ണത്തിലാണ് TV സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് രൂപത്തിലുണ്ടാക്കി ചെയ്യുന്നത്. ത്തിനകം ഒരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു LED ബൾബിനകത്തുള്ള സ്ട്രിപ്പിനെ മാത്രം എടുത്ത് അതിൻ്റെ വയറ് കുറച്ച് നീട്ടിയെടുത്ത് സ്ട്രിപ്പ് മാത്രം അക്കൂരത്തിനകത്ത് വരത്തക്ക രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്.
അക്വേറിയത്തിനകത്ത് ഇടുന്ന കുറച്ച് കല്ലൊക്കെ ഉപയോഗിച്ചൊന്ന് ഫിനിഷാക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് മീനിനൊക്കെ ഇട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. ബൈ.